സെറിബ്രൽ പാൾസി രോഗം ബാധിച്ച് ദുരിതത്തിലായ കണ്ണൂർ ചെറുപുഴ ചുണ്ടയിൽ അക്ഷരയ്ക്ക് വീടൊരുക്കി പ്രവാസി വ്യവസായിയും അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് എംഡിയുമായ അദീബ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷൻ. അതോടൊപ്പം ഇവരുടെ ബാങ്കിലുള്ള കടബാധ്യതയും അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷൻ ഏറ്റെടുത്തു. രോഗബാധിതയായ അമ്മുവിന്റെ വർഷങ്ങളായുള്ള ചികിത്സയെ തുടർന്ന് ദുരിതത്തിലായ കുടുംബത്തിന് സ്വന്തമായി വീടില്ല എന്ന മാധ്യമവാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദീബ് അഹമ്മദ് ഈ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ തയ്യാറായി. തുടർന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികളെ ചെറുപുഴയിലെത്തിച്ച് വിവരങ്ങൾ മനസ്സിലാക്കി ഇവർക്ക് വീട് വെച്ച് നൽകാനുള്ള ഉദ്യമം ഏറ്റെടുത്തു. അമ്മുവിന്റെ ചികിത്സയ്ക്കായി ലക്ഷങ്ങളുടെ കടമാവുകയും മരപ്പണിക്കാരനായ പിതാവ് സുരേഷ് പരിക്കേറ്റ് ചികിത്സയിലാവുകയും ചെയ്തതോടെ നേരത്തെ നിർമ്മാണം ആരംഭിച്ച ഇവരുടെ വീടിന്റെ പണി നിലയ്ക്കുകയും ചെയ്തിരുന്നു. 2024 മെയ് മാസത്തിലാണ് അമ്മുവിന്റെ ദുരിതത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്ത അദീബ് അഹമ്മദിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 2024 ജൂൺ മാസത്തിൽ നിർമ്മാണ പ്രവർത്തനം അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷൻ ഏറ്റെടുത്തു. 2 മുറിയും ഒരു അടുക്കളയും മാത്രമായി നിർമ്മാണം ആരംഭിച്ചിരുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനം അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷൻ ഏറ്റെടുത്തതോടെ കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി സിറ്റ് ഔട്ട്, ഹാൾ, അടുക്കള, 3 മുറികൾ, മുന്നിലേക്ക് ഷീറ്റ് കെട്ടി ഇറക്കി വീൽചെയറിൽ കൂടുതൽ സഞ്ചരിക്കാൻ കഴിയുന്ന സാഹചര്യവും അതിനോടൊപ്പം ചുറ്റുമതിൽ ഉൾപ്പെടെ നിർമ്മിച്ച് വീട് അടച്ചുറപ്പുള്ള സുരക്ഷിത മന്ദിരമാക്കുകയും ചെയ്തു. ജന്മനാ സെറിബ്രൽ പാൾസി രോഗത്തെ തുടർന്ന് പരസഹായമില്ലാതെ നടക്കാനോ മറ്റും കഴിയാത്ത സ്ഥിതിയിലാണ് അമ്മുവിന്റെ ജീവിതം. അമ്മുവിന്റെ അമ്മ സുഷമ അടുത്തുള്ള സ്കൂളിൽ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. സുഷമയുടെ അമ്മയും ഇവരുടെ കൂടെ തന്നെയാണ് താമസം. അമ്മുവിന് വീടിനകത്തുൾപ്പെടെ വീൽചെയറിലൂടെ സഞ്ചരിക്കാനുള്ള സൗകര്യം പുതിയ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. 2025 ജനുവരി 19 നാട്ടുകാർ ഉത്സവാന്തരീക്ഷത്തിൽ ഏറ്റെടുത്ത ഗൃഹപ്രവേശന ചടങ്ങിൽ വെച്ച് അദീബ് അഹമ്മദിന്റെ സെക്രട്ടറി സനീർ പിയെയും ഫൗണ്ടേഷൻ പ്രതിനിധി വിജു അസീസും ചേർന്ന് വീടിന്റെ താക്കോൽ അമ്മുവിനും കുടുംബത്തിനും കൈമാറി. ചെറുപുഴ ചുണ്ട റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ രാജു ചുണ്ട, വിശ്വനാഥൻ KV, രാജൻ K, ബേബി NJ, വിജേഷ് കണ്ടത്തിൽ തുടങ്ങിയവരും നാട്ടുകാരും സന്നിഹിതരായിരുന്നു. പ്രവാസി ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും നാട്ടിൽ ഇത്തരത്തിൽ അവശത അനുഭവിക്കുന്നവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന് കീഴിലെ ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾക്കായി അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷൻ ബഹുനില മന്ദിരം ഉൾപ്പെടെ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്.